ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരങ്ങൾ നടക്കുന്ന ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത് എന്താണ് വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെ സംഭവിക്കാൻ പോകുന്നത്? കഴക്കൂട്ടമടക്കം BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇവിടേക്ക് തന്നെ ശക്തമായ തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലെ ചിത്രം എന്താണ് ഈ 3 മണി കഴിയുമ്പോൾ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, തീരദേശ മേഖലകൾ അങ്ങ് പാറശാല മുതൽ അങ്ങോട്ടുള്ള അങ്ങേ അറ്റത്ത് തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അതിർത്തി മണ്ഡലങ്ങൾ, അവിടെയും പിന്നെ മലയോര പ്രദേശങ്ങളിലും വർക്കല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിലൊക്കെ എന്താണ് ഒടുവിലത്തെ ഒരു ചിത്രം വ്യക്തമാകുന്നത്? മുന്നണികൾക്ക് ഈ പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള പ്രതീക്ഷകൾ, പ്രചരണം എങ്ങനെ തീപാറുന്നതായി മാറുന്നുണ്ട്? ഏതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളാണുള്ളത് സ്റ്റെഫിൻ? പ്രജീഷ്, തിരുവനന്തപുരം ജില്ല എങ്ങനെ ചിന്തിക്കുന്നുവോ ആ ചിന്തയായിരിക്കും ഒരു പക്ഷേ LDFനെയോ UDFനെയോ അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമേ ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ കയ്യിലുള്ളത് കോവളമാണ്. മറ്റെല്ലാം തന്നെ CPMന്റെയും CPIയുടെയും എല്ലാം സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ CPMും CPIയും എല്ലാം തന്നെ തുടക്കം മുതലെടുത്ത ഒരു നിലപാട് വിജയ സാധ്യത മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLAമാരെ തന്നെയാണ് CPM എല്ലാ മണ്ഡലങ്ങളിലും മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിവാശിയേറിയ മത്സരമായിരിക്കും മിക്ക മണ്ഡലങ്ങളിലും ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. ഒപ്പം തന്നെ സംസ്ഥാനം ഒട്ടാകെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലം അത് നേമമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി BJP ഒരു തവണ കൂടി അവിടെ അക്കൗണ്ട് തുറക്കുമോ, അല്ലെങ്കിൽ എന്താണ് നേമത്ത് സംഭവിക്കുന്നത് എന്നറിയാൻ ഒരു രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുകയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു മേൽക്കൈ പ്രചാരണത്തിൽ കുറച്ചുകൂടി മുന്നിട്ടിറങ്ങാൻ, അല്ലെങ്കിൽ തുടക്കം മുതൽ സജീവമായി ഇറങ്ങാൻ കഴിഞ്ഞു എന്നതാണ്. തിരുവനന്തപുരം മണ്ഡലം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും CPMന് LDFന് ആ തരത്തിലൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് റോഡ് ഷോ അടക്കമുള്ള പ്രചാരണങ്ങളുമായി വലിയ സജീവമായി തന്നെയാണ് ഇടതുമുന്നണി ഇറങ്ങിയത്. ആകെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചിറയൻകീഴിലും വാമനപുരവും അങ്ങനെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം LDFന് വലിയ പ്രതിസന്ധി, ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത വിഷയത്തിലേക്ക് വരെ എത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയായത്. അവിടെയും UDFന് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞു. CP ജോൺ അത്തരത്തിലാണ് മുന്നോട്ട് പോയത്. ഇനി ഏതായാലും പ്രചാരണത്തിൽ ഒന്നുകൂടി LDFന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതിനുശേഷം കൺവെൻഷനുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഏതാണ്ട് 20 മണിക്കൂറോളം മാധ്യമപ്രവർത്തകരുടെ മുന്നിലിരുന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആ തരത്തിലുള്ള പ്രചാരണ രീതികളാണ് CPMും LDFും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഏതായാലും അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ കൺവെൻഷനുകളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പൊതുസമ്മേളനങ്ങളിലേക്കൊക്കെയാണ് ഇനി കടക്കുന്നത്. അപ്പോഴും ഇടതുമുന്നണിക്ക് ഒരു പ്രതിസന്ധിയായി തുടരുന്ന ഒരു വിഷയം, ഡീലാരോപണവുമായി ബന്ധപ്പെട്ട് ഒരു ഒഴുക്കൻ മറുപടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഏതായാലും അതിവാശിയേറിയ മത്സരം നടക്കുന്ന ഒരു ജില്ലയായി തിരുവനന്തപുരം ഇക്കുറി മാറും എന്ന് ഉറപ്പാണ്.